ജിമ്മി കാർട്ടർ അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹം അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റ് ആയിരുന്നു. ഒക്ടോബർ 1, 1924 അദ്ദേഹത്തിന്റെ ജനനം. അദ്ദേഹം ഡിസംബർ 29, 2024 അന്തരിച്ചത്. അതായത് അദ്ദേഹം 100 വർഷം അദ്ദേഹത്തിന്റെ ജീവിതം തികച്ചിരിക്കുന്നു. 1977 മുതൽ 1981 വരെയുള്ള 4 വർഷ കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഭരണം. ഈ കാലഘട്ടത്തിൽ ഏറ്റവും സംഭവബഹുലമായ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാല് 1979 ഇറാനിയൻ ഹോസ്റ്റേജ് ക്രൈസിസ്. ഇറാനിയൻ അമേരിക്കൻ എംബസിയിൽ, ടെഹ്റാനിലുള്ള എംബസിയിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കുകയും ഖമേനി ഭരണകൂടം അവിടെ ഒരു ഭരണ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരു മിലിറ്ററി ഓപ്പറേഷന് ഓർഡർ കൊടുക്കുന്നു. എന്നാൽ ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻ വിചാരിച്ച പോലെ വിജയകരമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കാതെ വരികയും അതോടൊപ്പം തന്നെ കുറെ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. ഇതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് പ്രസിഡന്റ് ബാരക് ഒബാമ പാകിസ്ഥാനിൽ കയറിയിട്ട് ഒസാമ ബിൻ ലാദന്റെ ഓപ്പറേഷൻ അബോട്ടാബാദിൽ നടത്തിയത്. ആ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഈ ഒരു ഇവന്റിനെ ഓർക്കുകയും 1979 ഈ ഒരു ഇവന്റിനെ ഓർക്കുകയും അപ്പോൾ തന്നെ ബാരക് ഒബാമയെ ഓർമ്മപ്പെടുത്തി എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. കാരണം ഒരു മിലിറ്ററി ഓപ്പറേഷൻ പൊളിഞ്ഞാല് അദ്ദേഹത്തിന് 2ാം വട്ടം പ്രസിഡന്റ് ആകാൻ സാധിക്കുമായിരുന്നില്ല. ജിമ്മി കാർട്ടറിന് 1989 തോൽക്കുന്ന സാഹചര്യം ഉണ്ടായത് 1979 ഇറാനിയൻ ഓപ്പറേഷൻ, മിലിറ്ററി ഓപ്പറേഷൻ പൊളിഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം 2ാം വട്ടം പ്രസിഡന്റ് ആകാൻ സാധിക്കാത്തത്. ജിമ്മി കാർട്ടർ പ്ലെയിൻസ് ജോർജിയ എന്ന ഈ ഒരു സ്ഥലത്താണ്, ജോർജിയ സംസ്ഥാനത്ത് പ്ലെയിൻസ് എന്ന സ്ഥലത്താണ് ജനനം. അവിടെ ജോർജിയ സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിട്ടും അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഗവർണറുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറ്റൊരു ഇവന്റ് എന്ന് പറഞ്ഞാല് ഈജിപ്ത് ഇസ്രായേല് സമാധാന ഉടമ്പടിയുടെ കാർമ്മികത്വം വഹിച്ചത് ജിമ്മി കാർട്ടർ ആയിരുന്നു. അത് ക്യാമ്പ് ഡേവിഡ് എന്ന പ്രസിഡൻഷ്യൽ ഒഴിവുകാല വസതിയിൽ വെച്ചാണ് അങ്ങനെ ഒരു സമാധാന ചർച്ച നടത്തുകയും അവർ ഇന്നും ആ ഒരു സമാധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഈജിപ്ത് എന്ന രാജ്യവും ഇസ്രായേൽ എന്ന രാജ്യവും. അതോടൊപ്പം തന്നെ ജിമ്മി കാർട്ടറിന് അദ്ദേഹം പലസ്തീൻ ജനതയോട് വളരെയധികം സ്നേഹവും ആദരവും കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ജിമ്മി കാർട്ടർ. അദ്ദേഹം ഹമാസായിട്ടോ അവിടെയുള്ള നമ്മൾ ഇന്ന് തീവ്രവാദ സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഹെസ്ബുള്ളയും അതുമല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളൊക്കെ ആയിട്ട് സംവദിക്കാൻ തയ്യാറായ ഒരു നേതാവായിരുന്നു. അമേരിക്കയുടെ ദീർഘ നിലപാടുകൾക്ക് അനുസൃതമായിട്ട് അമേരിക്കൻ സർക്കാരുകൾ സാധാരണഗതിയിൽ അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് ചർച്ചകളോ സംവാദമോ ചെയ്യാറില്ല. എന്നാൽ ജിമ്മി കാർട്ടർ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ വക സംഘടനകളായിട്ട് പോലും സംവദിച്ചിരുന്നു. ജിമ്മി കാർട്ടർ 1981 ഭരണത്തിന് ഇറങ്ങിയതിന് ശേഷം 45ഓളം വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഇത്ര അധികം ഒരു റെക്കോർഡാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. 100 വയസ്സ് ജീവിച്ച് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് അദ്ദേഹം. ഒപ്പം തന്നെ ഈ ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത മൂലം അദ്ദേഹത്തെ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റിയിരുന്നു. വളരെയധികം പ്രമുഖർ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. നിയുക്ത പ്രസിഡന്റ് ട്രംപ് അനുശോചനം രേഖപ്പെടുത്തി. ഇപ്പോഴത്തെ നിലവിലത്തെ പ്രസിഡന്റ് ജോ ബൈഡനും അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ജീവിതം വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. നേവൽ ഓഫീസർ ആയിരുന്നു അദ്ദേഹം, ഒരു US നേവിയിലെ ഒരു ഓഫീസർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു.